ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് കാണിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ്. ബോംബെ സർക്കസ് നടക്കുന്നുണ്ട് ഈസ്റ്റ് ഫോർട്ട്. അത് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോകുവാണ്. പിന്നെ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓണമൊക്കെ ആയതുകൊണ്ട് സ്ട്രീറ്റ് ഷോപ്പൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ കൊറോണയ്ക്ക് ശേഷം ഓണം തിരിച്ച് എല്ലാവരും ആഘോഷിക്കുന്നതിൻ്റെയും കൂടെ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ റെഡി ആകുവാണ്. സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയർ ആദ്യം ചെയ്തത് നിയാസിനമിഡ് സെറം അപ്ലൈ ചെയ്തു, ക്ലീൻ ചെയ്ത ഫേസിൽ. പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ദെൻ ചെറുതായിട്ട് ഒരു മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് കോണ്ടർ ചെയ്യുന്നുണ്ട് നോസ്, കാരണം എൻ്റെ നോസ് ചെറുതാണ്. ആ ബ്രഷ് വെച്ച് തന്നെ ലിഡിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പൗഡർ വെച്ച് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഈ ഫൗണ്ടേഷൻ, അത് ഞാൻ കാണിച്ചില്ല. പിന്നെ ഐബ്രോ ചെയ്തു, ഐലൈനർ വരച്ചു. ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ലോവർ ലാഷ് ലൈനിൽ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത ശേഷം ആ ലിപ്സ്റ്റിക്കും ടീസോണിൻ്റെ കൂടെയുള്ള മേക്കപ്പ് ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പൗഡർ ഒന്ന് ഡാബ് ചെയ്യുന്നുണ്ട്. മസ്കാരയൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. പിന്നെ ഹെയർ അഴിച്ചിടുവാണ്, ലൂസ് ഹെയർ ആണ്. അതിന് വേണ്ടിയിട്ട് സ്ട്രീക്സിൻ്റെ സെറം യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്രേ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബസ് സ്റ്റോപ്പർ നടന്നാണ് പോകുന്നത്. ഞാൻ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ളൊരു കാര്യം കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി. റോഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ ഒരു ദൃശ്യം ഇങ്ങനെ കാണാൻ പറ്റും എനിക്ക്. ഞാൻ പോയ ബസ് ഡയറക്റ്റ് ഈസ്റ്റ് ഫോർട്ട് പോകാതെ തമ്പാൻ്റെ വഴി തിരിഞ്ഞാണ് പോയത്. അപ്പോൾ ഞാൻ ഈ ആര്യാസ് ഹോട്ടലിൽ കയറി. എനിക്ക് അവിടുത്തെ ദോശയും തക്കാളി ചട്നിയും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ദോശ വീട്ടിൽ ആദ്യം മടക്കി വയ്ക്കുക, കാരണം ദോശ വലിപ്പം കാണില്ല, പാത്രത്തിനേക്കാളും പുറത്ത് നിൽക്കും. പിന്നെ ഒരു ലെമൺ ജ്യൂസൊക്കെ കുടിച്ചിട്ട് സർക്കസ് കാണാൻ വേണ്ടി പോയി. സർക്കസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടിരിക്കണം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലും കണ്ടിട്ടുണ്ട്, കോളേജിൽ പഠിക്കുമ്പോഴും കണ്ടിട്ടുണ്ട്. ഒക്കെ ഞാൻ വീണ്ടും കാണുവാണ്. ഇപ്പോൾ എനിക്ക് വീണ്ടും കാണുമ്പോഴത്തേക്ക് അത്ര ത്രില്ലൊന്നും തോന്നിയില്ല. എങ്കിലും നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി കാണണം. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. പിന്നെ ഇപ്പോൾ ഓണം അവധിക്കൊക്കെ എന്തായാലും ട്രിവാൻഡ്രത്തുള്ളവർ കാണണം കേട്ടോ. ടിക്കറ്റ് ചാർജ് 200 രൂപ, 400 രൂപ, 300 രൂപ ആ നിരക്കാണ്. ഞാനപ്പോൾ വാങ്ങിച്ചത് 300ൻ്റെ ടിക്കറ്റാണ്. 200ൻ്റെ ടിക്കറ്റാണ് കൂടുതൽ പേര് വാങ്ങിക്കുന്നത്. നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ 400ൻ്റെ വാങ്ങിക്കുന്നതാണ് നല്ലത്. അല്ല കണ്ട് ആസ്വദിക്കണമെങ്കിൽ 300ൻ്റെയും 200ൻ്റെയൊക്കെ മതിയാകും. പിന്നെ ഷോയുടെ ടൈം പറയുകയാണെങ്കിൽ 1 മണിക്കുണ്ട്, 4 മണിക്കുണ്ട്, 7 മണിക്കുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയത് ആൾ കുറവാണെങ്കിൽ അവർ കാണിക്കുന്ന ഐറ്റംസും കുറവായിരിക്കും. അപ്പോൾ ആൾ കൂടുന്നതനുസരിച്ച് നമുക്ക് കാഴ്ചകളും കൂടും. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക, നല്ലതാണ്. പിന്നെ കുറച്ച് പാർട്സ് ഞാൻ കാണിച്ചു തരാം. ഒത്തിരി ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം മോശമില്ലേ ഷൂട്ട് ചെയ്ത് മുഴുവൻ ഇങ്ങനെ കാണിക്കുന്നത്. അത് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാവുള്ളതാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും പോയി കണ്ടിരിക്കണം. കണ്ടിട്ടില്ല എങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും, കാരണം എനിക്ക് കുഞ്ഞിനെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ടുള്ള എല്ലാ സർക്കസിൻ്റെ ആദ്യത്തെ ഫസ്റ്റത്തെ ഐറ്റം ഇതായിരിക്കും. പിന്നെ കുറച്ചായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ എടുത്ത വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഒട്ടുമില്ല, കാരണം നിങ്ങൾക്ക് കാണാം ക്യാമറയുടെ ഡയറക്ഷനിൽ നിന്ന് തന്നെയാണ് ലൈറ്റ് വന്നത്. അപ്പം ഈ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ഒരു ബ്യൂട്ടി പറയണമെങ്കിൽ വീഡിയോ പറ്റത്തില്ല, നിങ്ങൾ നേരിട്ട് കാണുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അപ്പം ഓണം ഒന്ന് വെക്കേഷനൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ബോംബെ സർക്കസിലോട്ട് പോകാം. അത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാനീ പറയാൻ കാരണം എനിക്ക് കുഞ്ഞിലെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ് സർക്കസ്. സിനിമയെക്കാളും ഒരു പക്ഷേ എനിക്ക് സർക്കസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക. ഇതും ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ കുഞ്ഞു വിഷ്വൽസ് കാണാം. കുറച്ച് പട്ടികളെ വെച്ചിട്ടുള്ള സർക്കസാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. പക്ഷേ എനിക്ക് പട്ടികളെ ഇങ്ങനെ കാണാൻ ഇഷ്ടമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. പട്ടി ഭയങ്കര പേടിയാണ്, പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കയറിയത് 1 മണിയുടെ ഷോയ്ക്കാണ്. അതൊരു 3:15, 3:30 റേഞ്ചിലാണ് കഴിഞ്ഞത്. മീൻസ് ഒരു 2.5 മണിക്കൂറായിരിക്കും ആ ഷോയുടെ ഒരു ലെങ്ത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞാൻ പറയാൻ മറന്നുപോയി, പുത്തിരിക്കേണ്ട മൈതാനമില്ലേ, അവിടെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഓണ ഫെയറും ഉണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് ഒന്ന് കയറി. ഇത് കുറേ വർഷം മുമ്പ് നടക്കുമ്പോഴത്തേക്കും, കോവിഡിനൊക്കെ മുമ്പ്, എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നി. ഇപ്പം അങ്ങനെ ഒത്തിരി ഭയങ്കര സെയിൽസ് ഒന്നുമില്ല, കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂ. ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ചു മിൽമയുടെ. പിന്നെ അവിടെ നിന്നുള്ള ചോക്ലേറ്റ് ഫ്ലേവേർഡ് മിൽക്ക് വാങ്ങിച്ചു. കുഞ്ഞു ഷോപ്സൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ സപ്ലൈകോയുടെ റിഡക്ഷൻ ഐറ്റംസ് കിട്ടും. ഇതുപോലെ ഈ വില കുറഞ്ഞ അരികളൊക്കെ കിട്ടുന്നതാണ്. അരി മാത്രമല്ല കേട്ടോ, ബാക്കി നമ്മുടെ പലവ്യഞ്ജന ഐറ്റംസിൽ അതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പോത്തീസിലേക്ക് പോയി. സ്ട്രീറ്റ് ഷോപ്സൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. മുൻപ് നമുക്ക് പഴയ പോലെ ഓണത്തിൻ്റെ ഒരു വൈബില്ലേ, ആ വൈബൊക്കെ ചെറുതായിട്ടല്ല, നല്ല രീതിയിലും അല്ല, ഒരു 70-60% ഒക്കെ ഉണ്ട്.
ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വില കുറച്ച് കിട്ടുന്നൊരു ടൈമാണ്, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പോത്തീസിലോട്ട് പോയി. പോത്തീസിൽ എന്തൊക്കെ ഓഫേഴ്സൊക്കെ ഉണ്ട്. ഒരു കാറൊക്കെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, മീൻസ് ഒരു കാർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഗിഫ്റ്റിനുള്ള ഞാൻ തോന്നുന്നു. എനിക്ക് ഹൈപ്പർ മാർക്കറ്റിലാണ് പോകേണ്ടിയിരുന്നത്, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അല്ലാതെ വേറെ വലിയ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്തേ നിൽക്കുന്നത്, ഞാൻ കുറച്ച് നട്ട്സും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചു. സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ചോക്ലേറ്റ് കഴിക്കാമെന്ന് വെച്ചു. ഈ ജോവീസിൻ്റെ ഫേസ് വാഷ് വാങ്ങിയായിരുന്നു കേട്ടോ. ജോവീസിൻ്റെ ഒന്ന് എടുക്കുമ്പോഴത്തേക്കും ഒന്ന് ഫ്രീ. പിന്നെ ഈ മാമയത്തിൻ്റെ അലോവേര ജെല്ലില്ലേ, അതിനൊക്കെ എന്തൊക്കെ റിഡക്ഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി ഓഫേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വേഫേഴ്സും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചു. കാരണം എന്തായാലും ഓണത്തിന് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല, മീൻസ് നമ്മൾ പായസമൊക്കെ കുടിക്കുമല്ലോ. സോ ഞാൻ കരുതി കുറച്ച് ചോക്ലേറ്റ് കഴിക്കുന്നത്. കുറച്ചെന്ന് പറയുമ്പോൾ ലിമിറ്റഡ് തന്നെയാണ്, ഒത്തിരി ഞാൻ കഴിക്കത്തില്ല. എങ്കിലും ഞാൻ കഴിച്ചിട്ട് ഇപ്പോൾ 1-2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു. അവിടെ നിന്ന് കറങ്ങുവാണ് ഞാൻ, ഏതെടുക്കണമെന്ന് ചിന്തിച്ചിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് ഈസ്റ്റ് ഫോർട്ടിലോട്ട് പോന്നു. ഈസ്റ്റ് ഫോർട്ടിൻ്റെ ആ ബസ് സ്റ്റാൻഡ് ആ ഭാഗത്തും ഒത്തിരി സ്ട്രീറ്റ് ഷോപ്സൊക്കെ ഉണ്ട്. ഡ്രസ്സൊക്കെ നല്ല ലാഭത്തിന് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയില്ല, മീൻസ് ഓൾറെഡി വാങ്ങിച്ചു. ഇനി വീണ്ടും ഓവറാക്കി ചിളമാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും ഷോപ്പ് ചെയ്യാൻ നിന്നില്ല. എങ്കിലും എനിക്ക് തോന്നി സാരിയൊക്കെ നല്ല ലാഭത്തിനുള്ള പോലെ തോന്നി. ബാഗ് ചെരുപ്പ് എല്ലാം ഉണ്ട്. ഹലോ, ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ കൂടെ കാണിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വെച്ചു. ഈ ഫേസ് പാക്കിന് വേണ്ടത് 2 കാര്യങ്ങളാണ്, രക്തചന്ദന പൊടിയും പിന്നെ വാട്ടറോ റോസ് വാട്ടറോ എടുക്കുക. ഞാനിവിടെ എടുത്തത് റോസ് വാട്ടറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫേസ് ഗ്രാജുവലി നല്ല ക്ലിയർ ആയിട്ട് വരുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഒന്ന് ഡള്ളായ പോലെ ഫേസ് ഫീൽ ചെയ്തു. പക്ഷേ പിന്നെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പാടുകൾ മാറുന്നത്, പിഗ്മെൻറ്റേഷൻ കുറയുന്നതൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ റോസ് വാട്ടർ വെച്ചിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്യുന്നുണ്ട്. 10 മിനിറ്റാണ് ഇട്ടേക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മെല്ലിംഗ്, ബി ഹാപ്പി, ബൈ.